ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറാനിൽ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്നു. ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങളിൽ നിന്ന് കരകയറി വരുമ്പോഴാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഈ പ്രതിഷേധങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വീണ്ടും കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധി നയതന്ത്ര തലത്തിലും സൈനിക മുന്നറിയിപ്പിലേക്കും വരെ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇറാനെ കാത്തിരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് മറ്റൊരു സംഘർഷത്തിന് വഴി തുറക്കുമോ? രാജ്യത്തിനകത്ത് പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിൽ കടയുടമകൾ തെരുവിലിറങ്ങിയതോടെയാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. പിന്നാലെ കുറഞ്ഞത് 10 സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങളിൽ പങ്കുചേർന്നതോടെ ഇത് ഒരു വ്യാപക ജനകീയ പ്രസ്ഥാനമായി മാറി. പല നഗരങ്ങളിലും വിപണികൾ അടച്ചിടപ്പെട്ടു. ഇതിനിടയിൽ തണുപ്പിനെ തുടർന്ന് അധികൃതർ പൊതു അവധി പ്രഖ്യാപിച്ചതോടെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഏതാണ്ട് സ്തംഭിച്ച നിലയിലായി. ഒരാഴ്ചയായി സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ദേശീയ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതും ദുർബലമായ സാമ്പത്തിക വളർച്ചയും വിലക്കയറ്റവും ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡിസംബറിൽ ഇറാനിലെ പണപ്പെരുപ്പം 42.5% ഉയർന്നിരുന്നു. ഇതിനിടെ പ്രസിഡന്റ് മസൂദ് പെഷേക്കിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ സിവിലിയൻ സർക്കാർ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചനകളും നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതിഷേധത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്നും അതിനു പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഇറാനിലെ അന്വേഷണ ഏജൻസികൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൊസാദിലേക്കും CIA-യിലേക്കും തന്നെയാണ് അന്വേഷണ സംശയങ്ങളുടെ മുന നീളുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മൂലം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി കടുത്ത സമ്മർദ്ദത്തിലാണ്. 1979 വിപ്ലവം മുതൽ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തോടുള്ള പ്രതിഷേധമോ നിരാശയോ അല്ല പ്രതിഷേധത്തിന് പിന്നിലെന്നും റിയാലിന്റെ അനിയന്ത്രിതമായ മൂല്യത്തകർച്ചയാണ് പ്രതിഷേധങ്ങൾക്ക് പ്രേരകമായതെന്നുമാണ് കരുതുന്നത്. കറൻസിയുടെ മൂല്യത്തകർച്ച മാത്രമല്ല ഇറാൻ നേരിടുന്ന വെല്ലുവിളി. പണപ്പെരുപ്പം ഏകദേശം 50% എത്തി നിൽക്കുന്നത്. വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. ഇതിനു പുറമെ ഇറാൻ രൂക്ഷമായ ഊർജ പ്രതിസന്ധി നേരിടുന്നു. ടെഹ്റാനും മറ്റ് പല വലിയ നഗരങ്ങൾക്കും വെള്ളം നൽകുന്ന മിക്ക അണക്കെട്ടുകളും കടുത്ത ജലപ്രതിസന്ധിക്കിടയിൽ ഏതാണ്ട് ശൂന്യമായ നിലയിലാണ്. ഈ അവസരം മുതലെടുത്ത് ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാനാണ് അമേരിക്ക ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുമെന്ന വാശിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ. പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കച്ചവടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ സാഹചര്യം അനുകൂലമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിന്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയും കഴിഞ്ഞു. ഇറാനെ ആക്രമിച്ചു കീഴടക്കാൻ പറ്റില്ലെന്ന് ബോധ്യമായതോടെ ആഭ്യന്തര സംഘർഷമുണ്ടാക്കി ആ രാജ്യത്തെ തകർക്കാനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. സാംസ്കാരികമായും രാഷ്ട്രീയമായും സുരക്ഷാപരമായും അമേരിക്കയും ഇസ്രായേലും നിരന്തരം ഇറാനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 6 മാസം മുമ്പ് നടന്ന ഈ രാജ്യങ്ങളുടെ ആക്രമണത്തെയും അട്ടിമറി ശ്രമത്തെയും അതിജീവിച്ച ഇറാൻ ഈ പുതിയ വെല്ലുവിളികളെയും അതിജീവിക്കുമെന്ന് തന്നെയാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും കരുതുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും
ഫ്ലോറിഡയിൽ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇറാനിൽ സർക്കാർ വിരുദ്ധരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം മൂലം ബുദ്ധിമുട്ടുമ്പോഴും രാജ്യ താൽപര്യം മുൻനിർത്തി മുട്ടുമടക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇത് തന്നെയാണ് ഇറാനിൽ ആഭ്യന്തര സംഘർഷത്തിനും വഴിമരുന്നിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് കൂടെ നിന്നിട്ടും ഇറാന്റെ പോരാട്ട വീര്യത്തെ കീഴടക്കാൻ ഇക്കാലമത്രയും നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ വക്താവായി സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോൾ അത് സത്യത്തിൽ മേഖലയിലെ സമാധാനത്തിന് തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ശത്രുത പുനരാരംഭിക്കാനുള്ള വാതിൽ എപ്പോഴും തുറന്നിടുക എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ലക്ഷ്യം. ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ നെതന്യാഹുവിന് വ്യക്തമായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വലതുപക്ഷ ഭരണകൂടത്തെ നയിക്കുന്ന നെതന്യാഹു എപ്പോൾ വേണമെങ്കിലും തന്റെ സഖ്യം തകരുമെന്നും അധികാരം നഷ്ടപ്പെടുമെന്നും ഭയക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് സ്വന്തം അഴിമതി വിചാരണകളിൽ നിന്നും ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ യുദ്ധത്തെ ഒരു മറയാക്കി മാറ്റാനുള്ള നീക്കം. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തീ കൊളുത്തി നിലനിൽപ്പിനായി ശ്രമിക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ പിന്നാമ്പുറത്ത് ഹിസ്ബുള്ളയും ഇറാനിയൻ സൈന്യവും ഒരുക്കുന്ന ശക്തമായ തിരിച്ചടിയിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും തീർത്ത പ്രതിരോധത്തിന്റെ വൻമതിലുകളെ തകർക്കാൻ ഇസ്രായേലിന്റെ ചാര സംഘടനകൾക്കോ സൈന്യത്തിനോ സാധിക്കില്ലെന്ന് ഓരോ ദിവസവും തെളിയുന്നുമുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇറാനെ നിരായുധീകരിക്കുക എന്നീ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഒന്നും നേടാനാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ആണവായുധം നിർമ്മിക്കുന്നത് തടയാനായി ഇറാന്റെ ആണവ നിലയത്തിലിട്ട ബോംബും വെറുതെയായി. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്ക തുറന്നു പറയേണ്ട അവസ്ഥയുമുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഇറാനിൽ ആഭ്യന്തര സംഘർഷമുണ്ടാക്കാനുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശ്രമം ഉണ്ടാകുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ട്രംപിൻ്റെ മുന്നറിയിപ്പും അതിനു മറുപടിയായി ഇറാനിയൻ നേതൃത്വത്തിൻ്റെ കടുത്ത പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്.